ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിതത്തിനും മരണത്തിനും അപ്പുറം മനുഷ്യജീവന് വില നൽകിയ നൌഷാദ് ഇനി വെള്ളിത്തിരയിൽ. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ ജീവിക്കുന്ന ഓട്ടോ ഡ്രൈവർ നൌഷാദിന്റെ ജീവിത മുഹൂർത്തങ്ങൾ ഇനി പുതുതലമുറയ്ക്ക് കൂടി പ്രചോദനമേകും. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് 2016 ജനുവരിയിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന നയരേഖകൾ 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യങ്ങളാണെന്ന് മുൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് PN ശാന്തകുമാരി മേനോൻ. എരഞ്ഞിപ്പാലം ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി മദ്യനിരോധന സമിതിയുടെ ധർണ. കരുണയുടെയും ത്യാഗത്തിന്റെയും ഉത്തമ മാതൃക നൌഷാദിന്റെ ജീവിതം അഭ്രപാളികളിലേക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് 2016 ജനുവരിയിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന നയരേഖകൾ 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യങ്ങളാണെന്ന് മുൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റിന്റെ 39ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റ് 39ാം വാർഷിക സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ KPCC ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2016 ജനുവരിയിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന നയരേഖകൾ 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യങ്ങളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 2016 ജനുവരിയിൽ CPIM കേരളത്തെ അതിവേഗം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ആലോചിച്ച് കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിറ്റ് പ്രസിഡന്റ് P ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി D സതീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം PP മുസ്തഫ, ജോയിന്റ് സെക്രട്ടറി C മഹേന്ദ്രൻ, NGOA ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രതിനിധി സമ്മേളനം, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും തുടർന്ന് നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് PN ശാന്തകുമാരി മേനോൻ. കോടതി വിധി വന്നിട്ടും എരഞ്ഞിപ്പാലത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് മദ്യനിരോധന സമിതി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുൻസിഫ് കോടതിയുടെയും ജില്ലാ കോടതിയുടെയും ഉത്തരവുണ്ടായിട്ടും എരഞ്ഞിപ്പാലത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മദ്യനിരോധന സമിതി ധർണ സംഘടിപ്പിച്ചത്. വെള്ളയിൽ ബീവറേജ് കോർപ്പറേഷൻ ഗോഡൌണിന് മുന്നിൽ നടന്ന ധർണ റിട്ടയർഡ് ജസ്റ്റിസ് PN ശാന്തകുമാരി മേനോൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ബീവറേജസ് കോർപ്പറേഷൻ MD അല്ല ആരെങ്കിലും ശരി, ഞങ്ങൾ കേരള വിധി കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ പരിഹസിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മുഷ്കാണ്, ഏറ്റവും വലിയ എന്താ പറയേണ്ടത്, അവരുടെ അഹങ്കാരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥൻ കോടതി വിധിയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അതനുസരിക്കുന്നില്ലെങ്കിൽ, അതനുസരിപ്പിക്കേണ്ട രീതി ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഇന്നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക്. കൌൺസിലർ TC ബിജുരാജ് അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ OJ ചിന്നമ്മ, TM രവീന്ദ്രൻ, PM സലീം, റിട്ടയർഡ് SI ചന്ദ്രൻ, സിസ്റ്റർ മൌറില്ല തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര പ്രവാസി വകുപ്പ് പുനഃസ്ഥാപിക്കുന്നതുവരെ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവാസി കോഓർഡിനേഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ആറ്റക്കോയ പള്ളിക്കണ്ടി. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി നൽകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
പ്രവാസികളെ വെട്ടിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ നയവുമായി എത്തിയത്. പ്രവാസി വകുപ്പ് നിർത്തലാക്കാനാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ആശ്വാസ കേന്ദ്രമാണ് ഇല്ലാതാകുന്നത്. പ്രവാസി വകുപ്പ് നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നുവരുന്നത്. പ്രവാസി വകുപ്പ് നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിലൂടെ പ്രവാസികളെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്തിരിക്കുകയാണെന്നും കേന്ദ്ര പ്രവാസി വകുപ്പ് പുനഃസ്ഥാപിക്കുന്നതുവരെ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യരക്ഷാധികാരി ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ പ്രവാസികളോട് ഒരു വിധത്തിലും മുമ്പുണ്ടായ അവഹേളനയും അപമാനവും നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി പ്രവാസി സമൂഹത്തെ മുഴുവൻ നികഷ്ടമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ തീരുമാനത്തിനെതിരെ, ഈ അവഹേളനക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കുന്നതിലൂടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ പ്രാധാന്യത്തെ സർക്കാർ വിലകുറച്ചു കാണുകയാണെന്നും പ്രവാസികാര്യ വകുപ്പ് നിർത്തലാക്കി വിദേശകാര്യ വകുപ്പിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണ് ഇതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇത് കേരളത്തിന് വൻ തിരിച്ചടിയാണ്. വകുപ്പ് നിർത്തലാക്കുന്നതിലൂടെ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസരവും ഇതോടെ നഷ്ടമായി. പ്രവാസി വകുപ്പ് നിർത്തലാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി നൽകാനും പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ട് മാൻഹോളിൽ കുടുങ്ങിയ രണ്ടുപേരെ രക്ഷിക്കുന്നതിനിടെ മരണത്തിന് കീഴടങ്ങിയ ഓട്ടോ ഡ്രൈവർ നൌഷാദിന്റെ ജീവിതം സിനിമയാകുന്നു. ഞങ്ങളുടെ സ്വന്തം ഉണ്ണിക്ക എന്ന സിനിമ സജീഷ് വേലായുധനാണ് സംവിധാനം ചെയ്തത്. മാൻഹോളിൽ ജീവൻ പിടഞ്ഞ രണ്ടുപേരെ രക്ഷിക്കുന്നതിനിടെ മരണത്തിന് കീഴടങ്ങിയ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ നൌഷാദിന്റെ ജീവിതം സിനിമയാകുന്നു. ഏത് അപകടമുഖത്തും സ്വന്തം ജീവൻ മറന്ന് രക്ഷകനായി എത്താറുള്ള നൌഷാദിന്റെ ത്യാഗനിർഭരമായ ജീവിതമാണ് സിനിമയ്ക്ക് പ്രമേയമാവുന്നത് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായി തീരുമ്പോൾ തന്നെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്ദേശം അതിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാര്യം ഇതിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഉണ്ണിക്ക എന്ന് പേരിട്ട സിനിമ സംവിധാനം ചെയ്യുന്നത് സജീഷ് വേലായുധനാണ്. കോഴിക്കോട് സ്വദേശികളായ ശ്രീജേഷും വിപിനേഷുമാണ് തിരക്കഥയൊരുക്കുന്നത്. നൌഷാദ് ഇന്ന് കേവലം ഒരു പേരല്ല, ജാതിയും മതവും നിറങ്ങളും ദേശങ്ങളും പോരടിക്കുന്ന കാലത്ത് സ്വന്തം ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ജ്വലിക്കുന്ന നക്ഷത്രമാണ്. നൌഷാദിന്റെ പ്രവർത്തികളെ പുതിയ തലമുറ മാർഗദർശിയാക്കണം. അതുകൊണ്ടാണ് തന്റെ ആദ്യ സിനിമ നൌഷാദിന്റെ കഥയാവണമെന്ന് തീരുമാനിച്ചതെന്നും സംവിധായകൻ സജീഷ് വേലായുധൻ പറഞ്ഞു. ചാലിയാർ എന്ന പുതിയ ബാനറിലായിരിക്കും സിനിമയുടെ നിർമ്മാണം നടക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. നിയമന ഉത്തരവ് ലഭിക്കാതെ 5 വർഷത്തോളം ജോലി ചെയ്ത അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകുക, ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് നടന്നത്. NATU സംസ്ഥാന കമ്മിറ്റി അംഗം KM അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. നിയമന നിരോധനം എന്ന പേര് കൊടുക്കാതെ തന്നെ പ്രത്യക്ഷത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമന നിരോധനമാണ്. 2011 ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ സ്റ്റാഫ് ഫിക്സേഷൻ പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2013 കൂടി സ്റ്റാഫ് ഫിക്സേഷൻ നടപടികളുമായി രംഗത്ത് വന്നപ്പോൾ അവിടെയെല്ലാം ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടപടികൾ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണ്. നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതും ശമ്പളം നൽകുന്നതും സർക്കാരാണ്. ഒരധ്യാപകനെ നിയമിച്ച് 15 ദിവസത്തിനകം മാനേജ്മെന്റ് നിയമന ഉത്തരവ് AU ഓഫീസിൽ എത്തിക്കണം. അത് പരിശോധിച്ച് പരമാവധി 3 മാസത്തിനുള്ളിൽ അധ്യാപകന് അംഗീകാരവും ശമ്പളവും നൽകാൻ സർക്കാരിന്റെ ബാധ്യതയാണ്. എന്നാൽ 2011 ജൂൺ മുതൽ റിട്ടയർമെന്റ്, രാജി, മരണം, പ്രൊമോഷൻ തുടങ്ങിയ ഒഴിവുകളിൽ നിയമനം ലഭിച്ച് അതാത് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം അധ്യാപകരെ തടയുന്ന നിലപാടുകളാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് NATU സംസ്ഥാന കമ്മിറ്റി അംഗം KM അബ്ദുൽ കരീം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. ഇതുകൂടാതെ സംസ്ഥാനത്ത് 3000-ഓളം അധ്യാപകർ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വുമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട UK ഡെയ്സി ബാലസുബ്രഹ്മണ്യത്തിന് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. SDPI വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി N സുഹറാബി, ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട UK ഡെയ്സി ബാലസുബ്രഹ്മണ്യത്തിന് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. വിമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ ദേശീയ സമ്മേളനത്തിലാണ് ഇവരെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും SDPIയുടെ നേതൃത്വത്തിൽ ഇത്തരം നടപടികൾ വേഗത്തിലാക്കുമെന്നും ഡെയ്സി പറഞ്ഞു. ഓൾ ഇന്ത്യ പരിപാടിയിൽ ഇത്രയും വലിയൊരു സ്വീകരണം കിട്ടുമെന്നും ഇങ്ങനെയൊരു സ്ഥാനത്ത് ഞാൻ സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരിയായൊരു സ്ത്രീയായ എനിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം കിട്ടുമെന്നും ഇങ്ങനൊരു സ്ഥാനത്ത് എത്തിപ്പെടുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാധാരണ വീട്ടമ്മയാണ് പൂവാട്ടുപറമ്പ് കരിപ്പൽ മീത്തൽ വീട്ടിൽ ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പൂർണ്ണ ശ്രമത്തിലാണ് ഡെയ്സി. ഇതിനായി പൂർണ്ണ പിന്തുണയുമായാണ് SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ ഇനി രംഗത്തുണ്ടാവുക. ഡെയ്സി ബാലസുബ്രഹ്മണ്യത്തിനെ സ്വീകരിക്കാൻ SDPI വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി N സുഹറാബി, ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി, സൌത്ത് മണ്ഡലം പ്രസിഡന്റ് റാഫി പയ്യാനക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സൽമ സലാം, ലസിത അസീസ്, നഫീസത്തുൽ മിസ്രിയ, നൌഷീർ PP, റഷീദ് കുറ്റിക്കാട്ടൂർ തുടങ്ങിയവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശാരദാ മന്ദിരം കോൺഗ്രസ് ഓഫീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രവർത്തകർ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ശാരദാ മന്ദിരം കോൺഗ്രസ് ഓഫീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രവർത്തകരുടെ ശ്രമഫലമായി നിർമ്മിച്ച ബസ് സ്റ്റോപ്പും ജനങ്ങൾക്കായി തുറന്നു നൽകി. ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നിരന്തരമായ ഇടപെടലുകളിലൂടെ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ചെറുപ്പക്കാർക്ക് സാധിച്ചു. പരിപാടിയിൽ ശാരദാ മന്ദിരം ഏരിയ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP ഷൈജുകുമാർ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി TP വിനോദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, CPM ഉമ്മർ കോയ, DCC മെമ്പർ ശിവദാസൻ, ഗംഗേഷ് KA, MP ജനാർദ്ദനൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സത്യൻ പുന്നത്ത്, റിയാസ്, ഷമീർ M, ശാരദാ മന്ദിരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷമീർ KV തുടങ്ങിയവർ പങ്കെടുത്തു. ഫോറം ഫോർ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് FIESCയുടെ നേതൃത്വത്തിൽ പുതുവർഷ ആഘോഷവും കുടുംബസംഗമവും നടന്നു. പരിപാടി ഡോക്ടർ KR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം ഫോർ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് FIESCയുടെ നേതൃത്വത്തിലാണ് പുതുവർഷാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. സംഘടനയിലെ സീനിയർ ജൂനിയർ അംഗങ്ങൾ ചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. പരിപാടി ഡോക്ടർ KR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംഘടനകളുമായി ഇടപെടേണ്ടി വരുമ്പോൾ അത് മനസ്സിന് വളരെ മുഖ്യാതിഥിക്ക് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മൊമെന്റോ സമ്മാനിച്ചു. MK ബാലകൃഷ്ണൻ പൊന്നാടയണിച്ച് ആദരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗമായ ശ്രീധരനെ CA സുബൈർ പൊന്നാടയണിച്ചു.
MK ബാലകൃഷ്ണൻ, MV ശിവദാസൻ, A രാമചന്ദ്രൻ, TP പുഷ്പരാജൻ തുടങ്ങിയവർ പുതുവർഷ സന്ദേശങ്ങൾ നൽകി. പരിപാടിയിൽ അംഗങ്ങൾ സ്വരൂപിച്ച ധനസഹായം സുബൈറിൽ നിന്ന് MV ശിവദാസൻ ഏറ്റുവാങ്ങി. ഫിയസ്ക സെക്രട്ടറി P ശ്രീധരൻ, ട്രഷറർ KP രാജേന്ദ്രൻ, PM മെഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട ആന്ധ്രാപ്രദേശ് സ്വദേശികൾക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്തു. വനിതാ സംഘം കേന്ദ്ര സമിതി രക്ഷാധികാരി പ്രീതി നടേശനാണ് തുക കൈമാറിയത്. മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ആന്ധ്രാപ്രദേശ് സ്വദേശികൾക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്തു. കോഴിക്കോട് അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രീതി നടേശനാണ് സഹായധനം കൈമാറിയത്. 1 ലക്ഷം രൂപ വീതമാണ് മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. മരിച്ച ഭാസ്കർ റാവു, നരസിംഹമൂർത്തി എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കാണ് വനിതാ സംഘം കേന്ദ്ര സമിതി രക്ഷാധികാരി കൂടിയായ പ്രീതി നടേശൻ തുക കൈമാറിയത്. അടുത്തത് 24 മണിക്കൂർ അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുന്ന എനിക്കറിയാം, അദ്ദേഹത്തിന് ഒരു ജാതിയില്ല, ഒരു മതവുമില്ല. നമ്മുടെ വീട്ടിൽ മുസ്ലിം സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യൻ സഹോദരന്മാർ, നമ്മുടെ ശമ്പളക്കാരായിട്ടും എല്ലാം നമ്മുടെ കൂടത്തിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അവിടെ കഴിയുന്നത്. ചടങ്ങിൽ V രജീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. അരയാക്കണ്ടി സന്തോഷ്, BP അശോകൻ, ബാബു പൂതമ്പാറ, CS നായർ, C സുധീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിഖ്യാത തെന്നിന്ത്യൻ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ 70ാം പിറന്നാളിനോടനുബന്ധിച്ച് കോഴിക്കോട് സംഗീതാർച്ചന നടത്തും. ഇളയനില പൊഴിക്കുന്നത് എന്ന സംഗീത പരിപാടിയിൽ SPBയുടെ 70 ഗാനങ്ങൾ തുടർച്ചയായി ആലപിക്കും. കോഴിക്കോട്ടെ ജൂനിയർ SP എന്നറിയപ്പെടുന്ന മനോജ് കുമാർ നിരവധി തവണ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. വിഖ്യാത ഗായകനും തെന്നിന്ത്യൻ ഗാനചക്രവർത്തിയുമായ പത്മശ്രീ ഡോക്ടർ SP ബാലസുബ്രഹ്മണ്യം 70ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ കോഴിക്കോട്ടെ കലാകാരന്മാർ ഒരുക്കുന്ന സംഗീതാർച്ചന ഇളയനില പൊഴിகிறது ജനുവരി 14 രാവിലെ 10 മുതൽ രാത്രി 10 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സംഗീത പരിപാടിയിൽ SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച 70 ഗാനങ്ങൾ തുടർച്ചയായി ആലപിക്കും. അദ്ദേഹത്തിന്റെ ആരാധകനും കോഴിക്കോടിന്റെ ജൂനിയർ SPB എന്നറിയപ്പെടുകയും ചെയ്യുന്ന മനോജ് കുമാറാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. 40ൽ പരം കലാകാരന്മാർ മനോജിന് അകമ്പടി നൽകും. തേജ് മെർവിൻ പരിപാടി നിയന്ത്രിക്കും. MLA പ്രദീപ് കുമാർ, സംഗീതജ്ഞനായ കൈതപ്പൻ ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്തകളിൽ മറ്റൊരു ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഭക്തർക്ക് അനുഗ്രഹവും ആശിസ്സുമേകി മൊകവൂർ മരക്കാട്ട് നിലം ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പറശ്ശിനിക്കടവ് മടപ്പുര മടയൻ സന്തോഷ്, രാജീവൻ എന്നിവർ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൊകവൂർ ശ്രീ മുത്തപ്പൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പറശ്ശിനിക്കടവ് മടപ്പുര മടയൻ സന്തോഷ്, രാജീവൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ മൊകവൂർ മരക്കാട്ട് നിലത്ത് വെച്ചാണ് മുത്തപ്പൻ വെള്ളാട്ടം സംഘടിപ്പിച്ചത്. ഇത് 7ാം വർഷമാണ് നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ വെള്ളാട്ടം സംഘടിപ്പിച്ചത്. പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന്
പെരിങ്ങണി വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരം ചാർത്തൽ, ക്ഷേത്രത്തിൽ നിന്ന് മുത്തപ്പൻ സന്നിധിയിലേക്ക് കലശം പുറപ്പാട്, എഴുന്നള്ളിപ്പ്, ചെണ്ടമേളം, രമേശയ്യരുടെ പ്രഭാഷണം, ഭജന, മുത്തപ്പൻ മലയിറക്കൽ കർമ്മം, അന്നദാനം, മുത്തപ്പൻ പുറപ്പാട് എന്നിവ നടന്നു. ട്രസ്റ്റ് ചെയർമാൻ സഞ്ജയ് കോയമണ്ണിൽ, കൺവീനർ അശോകൻ ചാത്തങ്ങാട്ട്, സിദ്ധാർത്ഥൻ വെള്ളാങ്കോട്ട്, ശശി കുന്നമ്മൽ, രാധാകൃഷ്ണൻ മാക്കഞ്ചേരി, ടി കെ പ്രേമൻ, പ്രേമി അശോകൻ, നിമേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുത്തപ്പൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുത്തപ്പൻ ആരൂഢസ്ഥാനമായ കുന്നൂത്തർപ്പാടി തീർത്ഥാടന യാത്ര ഡിസംബർ 19 നടക്കും. കുണ്ടുപറമ്പിൽ നിന്നും പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ചെത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. താൽപര്യമുള്ളവർ 9387 426928 എന്ന നമ്പറുമായി ബന്ധപ്പെടണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. തങ്ങളുടെ സർഗഭാവനകൾ കലാരൂപങ്ങളായി മാറിയപ്പോൾ അതിന്റെ വിപണി വില സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വീട്ടമ്മമാർ. സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ ഇത് 4ാം തവണയാണ് ഇവർ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. പ്രദർശനം 12-ന് സമാപിക്കും. ദീനബാല്യങ്ങൾക്ക് സാന്ത്വനം പകരാൻ സ്നേഹവർണ്ണങ്ങളുമായി ഒരു കൂട്ടം അമ്മമാർ രംഗത്ത്. നഗരത്തിലെ 11 വീട്ടമ്മമാർ ചേർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയത്. സൃഷ്ടി ആർട്ട് ഗാലറിയിൽ അമ്മമാർ ചേർന്ന് പ്രദർശനം സംഘടിപ്പിച്ചു. ഹാൻഡ് പെയിന്റിംഗ് ചെയ്ത സാരികൾ, ചുരിദാറുകൾ, ആവശ്യമില്ലാത്ത തുണികൾ ഉപയോഗിച്ച് നിർമ്മിച്ച മേശവിരി, ചവിട്ടി, കൈവേലയിലും ചിത്രപ്പണിയിലും തീർത്ത മൺപാത്രങ്ങളും കൂജുകളും പൂച്ചട്ടികളും, നെറ്റിപ്പട്ടങ്ങൾ, തിടമ്പുകളുടെ മാതൃകകൾ, പൂക്കൾ, ബാഗുകൾ, പേഴ്സ്, സൈഡ് ബാഗുകൾ, പൌച്ചുകൾ, ചിത്രപ്പണി ചെയ്ത ട്രേകൾ, ലെറ്റർ ബോക്സ്, ബാങ്കിൾ ബോക്സ്, മനോഹരമായ പെട്ടികൾ, വാൽക്കണ്ണാടികൾ, താലം, മരത്തിൽ തീർത്ത പൂവുകൾ, മുത്തിലും മെറ്റലിലും തീർത്ത വളകൾ, മാലകൾ, കമ്മലുകൾ, കല്ലുമാലകൾ, മ്യൂറൽ, അക്രലിക് തുടങ്ങി വിവിധതരം പെയിന്റിംഗുകൾ എന്നിവ പ്രദർശനത്തിലുണ്ട്. ഇവ വിറ്റ് ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ദീനം വന്നു കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് കളിസ്ഥലമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകരിൽ ഒരാളായ ഗീതാ വാസുദേവൻ പറഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ മെഡിക്കൽ കോളേജിലെ സുഖമില്ലാത്ത കുട്ടികൾക്ക് വന്നിരിക്കാനും അവർക്ക് അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു പാർക്ക് നിർമ്മിക്കാനെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്രാവശ്യത്തെ പ്രോജക്റ്റ് അതാണ്. അതിന് ഏകദേശം 4-4.5 ലക്ഷം രൂപ ചെലവാകുമെന്നാണ്. ഭാവനയിലെ കളിസ്ഥലത്തിന് 4.5 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. സുഹൃത്തുക്കളായ ഗീതാ വാസുദേവൻ, പ്രണിത ദിവാകരൻ, പ്രേംജ ബാബ്രാജ്, സൗമ്യ മൂയാട്ട്, രുക്മിണി എസ് നായർ, ലതാ രാജൻ, രാധിക രഞ്ജിത്ത്, സുധാ പ്രേംനാഥ്, അനുപമ സുനിൽ, ലക്ഷ്മി കിഷോർ, വീണ സാബു എന്നിവരുടെ 6 മാസത്തിലേറെയുള്ള പ്രയത്നമാണ് പ്രദർശനം. 30 രൂപയുടെ മെഴുകുതിരി വിളക്ക് മുതൽ 20,000 രൂപയുടെ പെയിന്റിംഗ് വരെ പ്രദർശനത്തിലുണ്ട്. 4ാം വർഷമാണ് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കായി പ്രദർശനമൊരുക്കുന്നത്. ഇത്തവണ ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കാനാണ് തീരുമാനം. പ്രദർശനം ജനുവരി 12-ന് സമാപിക്കും. വിശ്വകർമ്മജർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇനി സർക്കാരിന്റെ കാലാവധി തീരും മുൻപേ തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് അഖില കേരള വിശ്വകർമ്മ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി ഗോപിനാഥൻ ആശാരി പറഞ്ഞു. വിശ്വകർമ്മജർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ സർക്കാരിന്റെ കാലാവധി തീരും മുമ്പേ തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് അഖില കേരള വിശ്വകർമ്മ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി ഗോപിനാഥൻ ആശാരി പറഞ്ഞു. അഖില കേരള വിശ്വകർമ്മ സൊസൈറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വകർമ്മ അവകാശങ്ങൾക്ക് വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വകർമ്മർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ സർക്കാർ പുറത്തു പോകുന്നുണ്ട് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം മന്ത്രിമാരെയും അതിനു വേണ്ടുന്ന ആധികാരികമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എത്തിക്കേണ്ട ഭരണാധികാരികളുടെ മേശപ്പുറത്ത് ഞങ്ങളുടെ സംഘടനകളെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ രേഖാമൂലം അറിയിക്കേണ്ട വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കൊയിലാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പന്നൂർ അധ്യക്ഷത വഹിച്ചു. പി ടി വാസു, സത്യനാഥ് പന്ന്യങ്കര, രാമകൃഷ്ണൻ കുറുവങ്ങാട് എന്നിവർ സംവദിച്ചു. പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിഎസ്കോ ഒരു മുതൽക്കൂട്ടാണെന്ന് എ കെ ശശീന്ദ്രൻ എംഎൽഎ. സിഎസ്കോ ITIയുടെ 20ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിഎസ്കോ ഒരു മുതൽക്കൂട്ടാണെന്ന് സിഎസ്കോ ITIയുടെ 20ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് എ കെ ശശീന്ദ്രൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും
ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ ഇപ്പോൾ കാണിക്കുന്നതിനേക്കാൾ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ആ രംഗത്ത് ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. CSCO ITIയുടെ 20ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു. CSCO ഗേൾസ് ഹോം ചെയർമാൻ AM മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PT മുഹമ്മദ് അലി, PT മുസ്തഫ, CP കുഞ്ഞി മുഹമ്മദ്, ഡോക്ടർ PK ബാലകൃഷ്ണൻ, P ജയപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ജവഹർ മാവൂർ സംഘടിപ്പിക്കുന്ന 7ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ ജവഹർ മാവൂർ വിജയിച്ചു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ജയ ബേക്കറി തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് ജവഹർ മാവൂർ വിജയികളായത്. ജവഹർ മാവൂർ സംഘടിപ്പിക്കുന്ന 7ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ ജവഹർ മാവൂർ വിജയിച്ചു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ജയ ബേക്കറി തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് ജവഹർ മാവൂർ വിജയികളായത്. ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഫിഫ മഞ്ചേരി FC തിരുവനന്തപുരത്തെ നേരിടും. മത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാന കേരളോത്സവത്തിൽ ചാമ്പ്യന്മാരായ കോഴിക്കോട് ജില്ലാ വോളിബോൾ ടീമിനെ ആദരിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി അംഗം KP അഹമ്മദ് കുട്ടി വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന കേരളോത്സവത്തിൽ വോളിബോൾ ചാമ്പ്യന്മാരായ ഫ്രണ്ട്സ് നെങ്കിലക്കടമ്പിനെ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് PTS ഹെൽത്ത് ആൻഡ് മാർഷൽ ആർട്സും വനിതാ വിഭാഗത്തിൽ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ക്ലബ്ബും ചാമ്പ്യന്മാരായി. ചടങ്ങ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ 110 പോയിന്റ് നേടി PTS ഹെൽത്ത് ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയും വനിതാ വിഭാഗത്തിൽ 20 പോയിന്റ് നേടി തിരുവമ്പാടി സേക്രഡ് ഹാർട്ട്സ് ക്ലബ്ബും ചാമ്പ്യന്മാരായി. ജില്ലാ ഗുസ്തി അസോസിയേഷനും PTS ഹെൽത്ത് ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പുരുഷ വിഭാഗത്തിൽ കുറ്റിക്കാട്ടൂർ ഇന്ത്യൻ ജിം 2ാം സ്ഥാനവും നടുവട്ടം സ്പാർട്സ് ക്ലബ്ബ് 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ 5 പോയിന്റുമായി നടുവട്ടം സ്പാർട്സൺസ് ക്ലബ്ബും PTS ഹെൽത്ത് ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയും 2ാം സ്ഥാനം പങ്കിട്ടു. 10 ക്ലബ്ബുകളിൽ നിന്നായി 100ഓളം പേർ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻഷിപ്പ് ജില്ലാ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M ഹാരിസ് അധ്യക്ഷനായിരുന്നു. K രാംദാസ്, S വേണുഗോപാൽ, ഹംസ, K രാഗേഷ്, SK ബാലകൃഷ്ണൻ, V വാസു, സംസ്ഥാന ഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PTS സുന്ദരൻ, ബോക്സിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രമേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ദേശീയ ഗുസ്തി താരം AK ബാലകൃഷ്ണൻ വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ. 2ാമത് ബ്രാൻഡ് കേരള ഫുട്വെയർ എക്സ്പോ ജനുവരി 14 മുതൽ 17 വരെ കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. 14-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫുട്വെയർ വ്യവസായത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വിപണി കണ്ടെത്തുകയാണ് എക്സ്പോയുടെ ഉദ്ദേശമെന്ന് ഫ്യൂമ ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 17-ന് എക്സ്പോ സമാപിക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പഴയകാലത്ത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പുതിയ തലമുറ വിലപ്പെട്ട വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും അനധികൃതമായി കയ്യേറി വിൽപ്പന നടത്തിയും മറ്റും അന്യാധീനപ്പെടുത്തുകയാണെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനായി കോഴിക്കോട് ആസ്ഥാനമായി അഖില കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ സംഘടനയുടെ ഉദ്ഘാടനം ജനുവരി 15-ന് വെള്ളിയാഴ്ച കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം സെൻട്രൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് 2016 ജനുവരിയിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന നയരേഖകൾ 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യങ്ങളാണെന്ന് മുൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ്. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് PN ശാന്തകുമാരി മേനോൻ. എരഞ്ഞിപ്പാലം ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി മദ്യനിരോധന സമിതിയുടെ ധർണ. കരുണയുടെയും ത്യാഗത്തിന്റെയും ഉത്തമ മാതൃക നൌഷാദിന്റെ ജീവിതം അഭ്രപാളികളിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.